തലസ്ഥാനത്തെ ഇലക്ട്രിക്കൽ ബസ്സിനെ ചൊല്ലിയുള്ള തർക്കത്തിന് ശേഷം KSRTC റീഷെഡ്യൂൾ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. 23 ഇടങ്ങളിലായി പ്രവർത്തനം ആരംഭിച്ച ബസ് തിരുവനന്തപുരം മേയർ VV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ധന ചെലവ് കുറയ്ക്കുന്നതോടൊപ്പം വായു മലിനീകരണം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ബസ് സർവീസ് ഇതിനോടകം തന്നെ പ്രദേശവാസികൾക്ക് വലിയൊരു ആശ്വാസമാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ബിജെപിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ വഴിയിലെ മണികണ്ഠൻ, അതോടൊപ്പം തന്നെ ഈ ഏരിയ കമ്മിറ്റി ശ്രീ തട്ടമശ്ശേരി, വലിയുള്ള വാർഡിന്റെ കൗൺസിലർ ശ്രീ ഗിരികുമാർ, അതോടൊപ്പം തന്നെ ഈ വാർഡിന്റെ മുൻ കൗൺസിലർ ശ്രീമതി പത്മ, ശാസ്ത്രമംഗലം വാർഡിന്റെ മുൻ കൗൺസിലർ ശ്രീ ശാസ്ത്രമംഗലം മുസ്ലിംനായർ അവർ, മറ്റ് റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ, മറ്റ് പൊതുപ്രവർത്തകർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകർ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞിരുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ നിത്യജീവിതത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കേണ്ട പ്രസ്ഥാനമാണെന്ന് പറഞ്ഞു. ഒരു കോർപ്പറേഷൻ കൗൺസിൽ റോഡും പഞ്ചായത്ത് മെമ്പർ റോഡും ഒക്കെയാണ് ജനങ്ങൾ അവരവരുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷനിലെ ഈ വാർഡിലെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ വോട്ട് ചോദിച്ചിറങ്ങിയപ്പോൾ ജനങ്ങൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു KSRTCയുടെ ചെറിയ ബസ്സുകൾ ഇട റോഡുകളിലൂടെ വരണം, അല്ലെങ്കിൽ അവർക്കിപ്പോൾ തന്നെ ഇവിടെ ഉദാഹരണത്തിന് ഈ കുലശേഖരത്തിൽ നിന്ന് നടന്ന് വട്ടിയൂർക്കാവിലോ കുണ്ടമൺകടവിലോ പോയിട്ടാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ജോലിക്കൊക്കെ പോകാൻ. ഇവിടെയുള്ളവരൊക്കെ സാധാരണ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ജനങ്ങളാണ്. അപ്പോൾ അല്ലെങ്കിൽ ഓട്ടോറിക്ഷ പിടിക്കണം. ഒരു ദിവസം 150-200 രൂപ ഓട്ടോറിക്ഷ കൊടുക്കാൻ അവരുടെ കയ്യിൽ ഇല്ല, എങ്കിൽ പിന്നെ ജോലിക്ക് പോയാലൊന്നും കയ്യിൽ മിച്ചം കാണുകയില്ല. ഇത് പറഞ്ഞപ്പോഴേക്കും യഥാർത്ഥത്തിൽ ജനങ്ങളുടെ നേരിടുന്നൊരു പ്രശ്നമാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും പരമാവധി പരിശ്രമിക്കാമെന്ന് പറയുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJPക്ക് അധികാരം കൂടി കിട്ടിയപ്പോൾ ആ ആവശ്യം ശക്തമായി ജനങ്ങളുടെ ഇടയിലും അധികാരികളുടെ ഇടയിലും ഉന്നയിക്കുവാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ വിഷയം വളരെ സജീവ ചർച്ചയായി. ഞങ്ങൾ പലതരത്തിലുള്ള മാധ്യമ വാർത്തകളും വന്നു. എന്നാൽ എല്ലാ 101 കൗൺസിലർമാരോടും അവരവരുടെ വാർഡുകളിൽ നിന്നും ആവശ്യമായ കാര്യങ്ങൾ, അതായത് ജനങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവണം, KSRTC നഷ്ടവും ഉണ്ടാവരുത്, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ തരാൻ പറഞ്ഞപ്പോൾ 29 പേർ ആദ്യഘട്ടത്തിൽ നിർദ്ദേശം തന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ടു. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. അതിൽ ആദ്യഘട്ടത്തിൽ 23 റൂട്ടുകൾ ബസ് വിടാൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. അടുത്ത റൂട്ടുകളിൽ അടുത്ത ഘട്ട ചർച്ച നടത്തും. കൂടുതൽ കൗൺസിലർമാർ ആവശ്യവുമായി വന്നിട്ടുണ്ട്. ബസ് കൃത്യമായിട്ട് ഓടിക്കഴിഞ്ഞാൽ നന്നായിട്ട് ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്നുള്ള ചർച്ച വന്നിട്ടുണ്ട്. രണ്ടാം ഘട്ടം വീണ്ടും ചർച്ച നടത്താൻ വേണ്ടി KSRTCയുമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ ഗുണകരമായ സമീപനമാണ്, വളരെ നല്ല സമീപനമാണ് KSRTC മാനേജ്മെന്റിന്റെയും മന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഭാഗത്തുനിന്നുണ്ടായത്. CMDയും ഓപ്പറേഷൻസ് മാനേജർ ഉൾപ്പെടെയുള്ളവരായിരുന്നു കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്തത്. അതിനുശേഷം കോർപ്പറേഷൻ ഓഫീസിൽ ATO ശ്രീ പ്രദീപും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും വന്നിരുന്നു. അവരൊക്കെ തന്നെ എപ്പോഴാണ് കോർപ്പറേഷൻ തയ്യാറാകുന്നത് അപ്പോൾ തന്നെ ബസ് വിടാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നു മുതൽ സർവീസുകൾ ആരംഭിക്കുന്നത്. കുലശേഖരത്ത് നിന്ന് രാവിലെ 7:30 ആരംഭിക്കുന്ന ബസ് കുലശേഖരം അതുവഴി കൊടുങ്ങാനൂർ, നമ്പവൻകാവിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് കുന്നൻപാറ, തിട്ടമംഗലം, കുണ്ടമൺകടവ് വഴി ജഗതി വഴി കിഴക്കേക്കോട്ടയിലേക്കാണ് നമ്മുടെ 7:30 സർവീസ് ആരംഭിക്കുന്ന ബസ് പോകുന്നത്. അത് പഠിക്കാൻ പോകുന്നവർക്കും രാവിലെ ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ തന്നെ അത് ഗുണപ്പെടും. രണ്ടാമത്തെ ബസ്
രാവിലെ കിഴക്കേക്കോട്ടയിൽ നിന്ന് ആരംഭിച്ച് 8:40 തിട്ടമംഗലത്തെത്തും. അതിനുശേഷം 9:30 9:30 9:30 തിട്ടമംഗലത്തുനിന്ന് അത് നേരെ ഈസ്റ്റ് ഫോർട്ടിലേക്ക് പോകും. അതുപോലെ തന്നെ വൈകുന്നേരം 5 മണിക്ക് 7:30 പോയ ബസ് 5 മണിക്ക് തിരിച്ചു വരും. 9:30 പോകുന്ന ബസ് 3 മണിക്ക് അവിടെ നിന്ന് തിരികെ തിട്ടമംഗലത്തേക്ക് വരും. ഇതാണ് ഇപ്പോൾ തീരുമാനിക്കുന്ന ഷെഡ്യൂള്. ഇത് കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ നമുക്ക് ആവശ്യമായ സമയം കുറച്ച് രാവിലെ കൂടി വരണമെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ആലോചിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. രണ്ടാമത് ജനങ്ങൾ പറഞ്ഞ ആവശ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ രണ്ടാമത്തെ എന്ന് എനിക്ക് തിരിച്ചറിയില്ല, കാരണം രണ്ടും ഒരുപോലെയാണ് പറഞ്ഞത്. നായ്ക്കളെ പിടിക്കണം, തെരുവ് നായ്ക്കളെ പിടിക്കണം എന്നുള്ളതാണ്. അതും നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഒരു 50 എണ്ണത്തിന് ഷെൽട്ടറിൽ ശാസ്ത്രീയമായി അടച്ച കാര്യം നിങ്ങൾക്കറിയാം. അതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആണ്. ഇന്നലെ ഇന്നൊക്കെ തന്നെ ഇന്ന് രാവിലെ ഉൾപ്പെടെ കൂടുതൽ സ്ഥലം കണ്ടെത്തുന്ന ചർച്ചകൾ നടക്കുകയാണ്. അതിന്റെ വഴി അക്കാര്യങ്ങൾ അറിയിക്കാം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സജീവമായ പ്രശ്നങ്ങളിൽ കോർപ്പറേഷന്റെ 101 കൗൺസിലർമാരും വളരെ നന്നായിട്ട് ഇടപെടുന്നുണ്ട്. ഇതിന് സഹകരിച്ച KSRTC മാനേജ്മെന്റിനോട് നന്ദി പറയുന്നു. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരോടും കൗൺസിലർമാരോടും നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞ ഉടൻ തന്നെ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത ഇവിടുത്തെ കൊടുങ്ങാനൂരിലെ ജനങ്ങളോട് നന്ദി പറയുകയാണ്. മാധ്യമപ്രവർത്തകരോട് നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും ഈ ബസ്സിൽ പരമാവധി ആൾക്കാർ യാത്ര ചെയ്യണം. KSRTC നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അവർ അതിനനുസരിച്ച് പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഈ ബസ് നടത്തിക്കൊണ്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാകണം. എല്ലാവരുടെയും സഹകരണം ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.